ഹലോ സർ, പ്രസാദ് സാറാണ്. സർ, ഗുഡ് ഈവനിങ്. എന്റെ പേര് എഡ്വിൻ. സർ, ഐ ജസ്റ്റ് ഗോട്ട് യു നമ്പർ ത്രൂ വൺ ഓഫ് ദ ഗ്രൂപ്പ്സ്, നാദി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് സർ. ക്യാൻ ഐ സ്റ്റോപ്പ് യു നൗ സർ? പറയൂ. ഒന്നുമില്ല, എന്റെ കൊച്ചിനെന്തെങ്കിലും വാക്സിനേഷൻ കൊടുത്തിട്ടില്ല, 4.5 മാസമായി. ഫസ്റ്റ് ഹോസ്പിറ്റലിൽ വാക്സിനേഷൻ ആണ്, പിന്നെ കൊടുത്തിട്ടില്ല. ബിക്കോസ് ഐ വാസ് സ്കാഡ് അത് വാക്സിനേഷന്റെ ഒക്കെ എഫക്ട്സ് മെഡിക്കലി പഠിച്ചിട്ട്. സോ ഐ ജസ്റ്റ് വാണ്ട് അണ്ടർസ്റ്റാൻഡ്, ഇത് സേഫ് സർ? വാക്സിനേഷൻ കൊടുക്കാതിരിക്കുന്നത് നല്ലതാണ്? അതായത് ഇത് ശരിക്കും എന്താ സംഭവം എന്ന് അറിയോ? ഇത് ഇന്റർനാഷണൽ ആയിട്ടുള്ളൊരു ഒരു പ്രഷറാണ് ഇത് വന്നത്. ഇനി ഞാൻ എന്റെ കുട്ടിക്ക് എടുത്തുണ്ടായ ചില സംഭവങ്ങൾ ഒന്നും ഇപ്പൊ 2009 സംഭവിച്ചപ്പോ ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് വൈഫും കേൾക്കില്ല സർ, ഞാൻ സ്പീക്കറിലിട്ടോട്ടെ സർ? പറഞ്ഞോളൂ, സ്പീക്കറിലിട്ടോ, പ്രശ്നം പറഞ്ഞു. ഓക്കെ, അപ്പൊ 2009 എന്റെ കുട്ടിക്ക് വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോഴേ സൈഡ് എഫക്ട് ഉണ്ടായി. കുട്ടിയുടെ ഒരു കഴുത്ത് ചെരിഞ്ഞു പോയി, ഒരു കണ്ണിന്റെ കൃഷ്ണമണി ഇറങ്ങിപ്പോയി. ഓൺ ദ സ്പോട്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോ അവര് ഇതല്ല അങ്ങനെയാന്നൊക്കെ പറഞ്ഞ ഒരു തമാശ രീതിയിൽ അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ എല്ലാ ഡോക്ടർമാരും തിരിച്ചയച്ചു. ഇത് ഭാവിയിൽ കുട്ടിക്ക് ഇപ്പൊ 2 ആയിട്ട് കാണുന്ന പ്രശ്നമുണ്ട്, കൃഷ്ണമണി മാറുക. അപ്പൊ ഞാൻ അന്ന് തുടങ്ങി അന്വേഷണം നടത്തി, പ്രധാനമന്ത്രിക്ക് കൊടുത്തു, മുഖ്യമന്ത്രിക്ക്, രാഷ്ട്രപതിക്കൊക്കെ പരാതി കൊടുത്തു. എന്നിട്ട് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഓരോ മനുഷ്യവാസി സംഘടനയിലൊക്കെ ചേർന്ന് കഴിഞ്ഞു ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോ ശരിക്കും അതിനകത്ത് ഈ വാക്സിനേഷനിൽ ഞാനിത് ശരിക്കും ബിൽഗേറ്റ്സ് ആണ് വിതരണം ചെയ്യുന്നത്. ഞാൻ എല്ലാ വിവരാശരേഖകളും കൊടുത്തു. ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ ആണ് വിതരണം ചെയ്യുന്നത്. അവര് സ്റ്റെറം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെ 2-3 കമ്പനികൾ വഴി അവര് വഴിയാണ് ഈ സാധനം ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽ എടുത്ത് കഴിഞ്ഞപ്പോ ഒരു ദിവസം നെറ്റിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് ബിൽഗേറ്റ്സ് പറഞ്ഞ വിദേശ ചാനൽ ഒരു ദിവസം ഞാനൊരു അൽ ജസീറ ചാനലും പിന്നെ RT ചാനലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബിൽഗേറ്റ്സ് പറയണ വാക്സിനേഷൻ അത് വിദേശ ചാനലൊക്കെ ഭയങ്കര കൊട്ടി ആഘോഷിച്ചു പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യ കുറയ്ക്കണമെങ്കിൽ ഒരൊറ്റ ഒരു മാർഗ്ഗമേ ഉള്ളൂ, കുട്ടികൾക്ക് കൊടുക്കണ വാക്സിനേഷൻ കൂടി ജനസംഖ്യ കൺട്രോൾ ചെയ്യാന്ന് പറയാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ ചാനൽ വരില്ല, ഞാൻ പിന്നെ പറയാൻ എന്താണ്. അപ്പൊ ഇത് അന്വേഷിച്ച് ഞാൻ എല്ലാ വിദേശ ചാനലുകളും വന്നു, എല്ലാ ഇന്റർനെറ്റിലും യൂട്യൂബിലും ഡീപോപ്പുലേഷൻ അജണ്ട എന്ന് അടിച്ചാൽ കിട്ടും, ത്രൂ വാക്സിൻ എന്നറിഞ്ഞാൽ കിട്ടും. അപ്പൊ ബിൽഗേറ്റ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ഇന്ന രീതിയിൽ നമുക്ക് 15% ജനസംഖ്യ കുറയ്ക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതനുസരിച്ച് വിവരാശ അയച്ചു, എല്ലാ സ്റ്റേറ്റിലേക്ക് അയച്ചു, കേന്ദ്രത്തിലേക്ക് അയച്ചു, സംസ്ഥാനത്തിലേക്ക് അയച്ചു. അപ്പൊ അതിൽ പറയുന്നത് എല്ലാ ജില്ലകളിലും 47,000 ചില്ലാൻ കുട്ടികൾ 2006 ഒടുങ്ങി 10 വരെ സൈഡ് എഫക്ട് പറ്റിയിട്ടുണ്ട്. അത് നിയമത്തിലുള്ളത്, അതായത് ആളുകൾ പരാതി കൊടുക്കാതെ അറിയപ്പെടാത്ത കേസുകൾ ഒരുപാട് വേറെ ഉണ്ട്. മീൻസ് 24 അവേഴ്സിന് ശേഷം ഉണ്ടായിരുന്നത്. അപ്പൊ കേരള സംസ്ഥാനം എനിക്ക് മറുപടി വന്നേക്കുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു തന്നു. ഞാനപ്പോ ഓരോ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും വിവരാശ ആക്കി അയച്ചു. അപ്പൊ അവിടെ നിന്ന് കൃത്യമായിട്ട് തന്നു 5000 ചില്ലാൻ കുട്ടികൾക്ക് സൈഡ് എഫക്ട് പറ്റിയിട്ടുണ്ട്. 50 കുട്ടികൾ ഡെത്ത് ആയിട്ടുണ്ട്. ഇത് 24 hours ആഫ്റ്റർ വാക്സിനേഷനിൽ? അതെ 24 hours വാക്സിനേഷനിൽ. അപ്പൊ അതില് പക്ഷെ വേറെ ഇവിടെ നിയമമുണ്ട്. ഇതിന്റെ എല്ലാ രസം അതല്ല. നമുക്കിപ്പോ റോട്ടിലൂടെ ഒരാൾ വാഹനത്തിൽ ഒരു ബാക്കിൽ കാറ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തല ഇടിച്ച് വീണ് നമ്മൾ മരിക്കുകയാണ്. നമുക്ക് നേരെ എന്ത് ചെയ്യും? നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആള് മരിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടിൽ എന്ത് എഴുതും? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്കുണ്ടായ ആഘാതമാണ് ഡെത്തിന് റീസൺ. അങ്ങനെ എഴുതിയ അപ്പൊ കോടതിയിൽ എത്തുമ്പോൾ നമ്മള് ക്ലെയിമിന് വേണ്ടി ചെല്ലുമ്പോൾ കോടതിയിൽ എന്ത് ചെയ്യും? ഡോക്ടർ തന്ന സർട്ടിഫിക്കറ്റും ഇതാണ് അവർ ഹാജരാക്കണേ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപ്പൊ അവര് പറയാണ് ഇത് എങ്ങനെ പുറകിൽ വണ്ടി ഇടിച്ചാൽ തലയ്ക്ക് ആള് വെച്ച് മരിക്കും എന്നൊരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ക്ലെയിം കിട്ടും? കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട്, MACT ആക്ട് വന്നിരിക്കുന്നത് ഇവിടെ. അപ്പൊ FIR വേണം, അങ്ങനെ ഓരോ നിയമങ്ങളൊക്കെ. എന്ന് പറഞ്ഞ പോലെയാണ് AEFI ഗൈഡൻസ് എന്നൊരു ഗൈഡൻസ് കൂടെ വേണമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്തോ, AEFI ഗൈഡൻസ് 2010 ഉണ്ട്, 15 ഉണ്ട്, അങ്ങനെ പല AEFI ഗൈഡ് ലൈൻസ് ഇന്ത്യ എന്ന് അടിച്ചാൽ മതി. എല്ലാ രാജ്യത്തും ഉണ്ട്, എല്ലാ രാജ്യക്കാരും പാലിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് 140 പേജുള്ള കേന്ദ്ര മിനിസ്ട്രി ആരോഗ്യ വകുപ്പ് എഴുതിയേക്കുന്നതാണ്. അപ്പൊ അതിൽ പറയുന്നത് എങ്ങനെയാണ്? കുട്ടികൾക്ക് കൊടുക്കുന്ന പോളിയോ പോലെയുള്ള വാക്സിൻ 2 തരാണ്. അത് പെൺകുട്ടികൾക്ക് വേറെ, ആൺകുട്ടികൾക്ക് വേറെ. നിങ്ങൾ ഗൈഡൻസ് വായിച്ചാൽ നെറ്റിൽ PDF ഫയൽ കിട്ടും. AEF ഗൈഡൻസ് ഇന്ത്യ .PDF പറഞ്ഞടിച്ചാൽ PDF ഫയൽ ഇങ്ങനെ കിട്ടും. അത് ബുക്കായിട്ട് തന്നെ PDF കിട്ടും. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. ഈ നിയമം എല്ലാ രാജ്യങ്ങളും പാലിക്കണം എന്നാ പറയുന്നത്.
അപ്പൊ ഇതില് മരുന്ന് കമ്പനി പറയുന്നുണ്ട് 5% കുട്ടികൾ മരിക്കാം, സൈഡ് എഫക്ട് സംഭവിക്കാം. അത് പറയുന്നുണ്ട്. അപ്പൊ അത് ഇതൊന്നും ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കേസ് പോലെ തന്നെ അപ്പൊ ഞാൻ ഓരോ സ്ഥലങ്ങളിലേക്ക് ഒരാഴ്ച ചോദിച്ചപ്പോ ഇവരോടൊക്കെ ഞാൻ ചോദിച്ചു, ഇത്രയും കുട്ടികൾ മരിച്ചിട്ട് നിങ്ങൾ AF ഗൈഡൻസിന്റെ കോപ്പി ചോദിച്ചു. അപ്പൊ അതിൽ പറയുന്ന കുട്ടിക്ക് ഒരു 102 ഡിഗ്രി പനി വന്നാൽ പോലും അത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവേഷൻ വെച്ച് 3 മണിക്കൂറിനുള്ളിൽ SMS, ഇമെയിൽ എന്ത് വഴിയായാലും ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് AFയുടെ ഓരോ സ്റ്റേറ്റിലും അതിന്റെ ഹെഡ്. ജില്ലാ മെഡിക്കൽ വെച്ചിട്ട് അവര് ചെയ്യണമെന്നാണ് നിയമം. ഈ നിയമം ഒന്നും ഇവിടെ പാലിക്കണില്ല. ഒറ്റ കുട്ടിക്ക് AF ഗൈഡൻസ് ഇല്ല. അതിന് FIR തയ്യാറാക്കണം, PIR പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി കുട്ടീനെ അഡ്മിറ്റ് ചെയ്ത് ലാബ് ടെസ്റ്റ് ചെയ്യണം. അന്നത്തെ സിറിഞ്ചും സൂചിയും ആ ബാച്ച് ഫുള്ള് ഹിമാലയത്തിൽ ഹൗസിലേക്ക് അയക്കണം. പിന്നെ നമുക്ക് അതിന്റെ സിറിഞ്ച് ടെസ്റ്റ് ചെയ്യാൻ ഹൗസിലേക്കൊക്കെ അയക്കുന്ന നിയമം, അത് പാക്ക് ചെയ്യണം. ഇതൊക്കെ നിയമത്തിൽ പറയുന്നുണ്ട്. ഇതൊന്നും പിന്നെ കുട്ടിനെ വാക്സിനേഷൻ എന്ത് വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പോളൂ എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ പ്രശ്നത്തിന്റെ കാര്യം പറയാം. ഇതിങ്ങനെ ഞാൻ ഇന്ന് അന്വേഷിച്ച് ഞാൻ വിരാശങ്ങൾ എടുത്തു, മറ്റുള്ള കേസ് എടുത്തു. അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കേസ് പറഞ്ഞു. ഞാൻ അവസാനം പല സ്ഥലത്ത് കേസ് കൊടുത്തപ്പോ ഈ ഓഫീസർമാരെല്ലാം എല്ലാ ഡോക്ടർമാരും നുണ എഴുതി തരികയാണ്. കാരണം കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവരിതുവരെ കുട്ടിയെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ അതിനകത്തൊരു പോസ്റ്റ് ഇട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു ഗൂഗിൾ പ്ലസിൽ എന്റെ ഫുള്ള് കമ്മീഷണർക്ക് പരാതി കൊടുത്ത ഒരു 27 പേജുള്ള പോസ്റ്റ് ഇട്ടുണ്ട് ഞാൻ. അപ്പൊ ഇവര് എല്ലാം നുണ എഴുതി തന്നു. രാഷ്ട്രപതിക്ക് നുണ എഴുതി കൊടുത്തു. ഇവര് വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് FIR കണ്ടതിൽ നിന്ന് കുട്ടിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ വീണ്ടും ഒരാഴ്ച അയച്ചു, FIRന്റെ കോപ്പിയും വരാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഈ AF ഗൈഡൻസ് ഒക്കെ 2010 മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് എഴുതി തന്നു. അപ്പൊ എന്റെ കയ്യിൽ 2087 തുടങ്ങി കൂടെ വന്നേക്കുന്ന നിയമങ്ങളും അത് പാസ്സായിക്കണം മിനിസ്ട്രിയുടെ എല്ലാ ഡീറ്റെയിലും നിയമം എന്റെ കയ്യിൽ ഇരിക്കുക. ഇത്തരത്തിലെ കുട്ടികൾ ഒക്കെ എന്റെ കയ്യിലുണ്ട്, എല്ലാ ഡീറ്റെയിലും ഉണ്ട്. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടാണ് ഞാൻ ഇവര് ചോദിക്കുന്നത്, കളിക്കുന്നത്. അപ്പൊ ഇവര് ഇതെല്ലാം നുണ പറയാ. എന്നിട്ട് ഇത് അവസാനം ഞാൻ കേസ് ഇപ്പൊ കോടതി കൊടുത്തു കഴിയുമ്പോ അവര് വിളിപ്പിച്ചു. അപ്പൊ ഇവര് ഇത്രയും കേസുകൾ മരിച്ചെടുക്കുക, ഒരുപാട് കേസുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയേക്കണേ, അവസാനം ഞാൻ നോക്കി ഇപ്പൊ സർക്കാരിനോട് ചോദിച്ചപ്പോ ആരോഗ്യവകുപ്പ് കോടതിയിൽ കൊടുത്തിരുന്ന മറുപടി എന്താണ്, ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്റെ കയ്യിലുണ്ട് അതിന്റെ കോപ്പി, ഡയറക്ടർ കമ്മീഷനും കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷൻ എനിക്ക് തന്നേക്കുന്ന കോപ്പി. ഞങ്ങൾ ഇവിടെ കേരളത്തിൽ ഒരു കുട്ടികളെയും വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് തന്നെയല്ല, ഞങ്ങൾ എല്ലാ കുട്ടികളെയും മന്ദരോഗത്തിന് വരെ ഗുളികകൾ സ്കൂൾ വഴി സപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളെയും ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം കൊടുക്കാമുള്ളൂ. ഇത് തന്നെയാണ് നിയമം. അതുകൊണ്ട് ഞങ്ങൾ അത് പാലിച്ചിട്ടേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ കുട്ടികൾക്കൊന്നും വാക്സിന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാരിന് ഈ കുട്ടികൾ, മരുന്ന് കമ്പനികൾ പറയുന്നുണ്ട് 3% മരിക്കാം, സൈഡ് എഫക്ട് സംഭവിക്കാം. അത് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം നമ്മൾ സർക്കാർ എഴുതി തന്നു. ഇവർക്കൊന്നും കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ലാന്ന്. അപ്പൊ എന്റെ കയ്യിൽ ഞാൻ ഇത്രയും കോപ്പി കൊടുത്തേക്കാം. മരിച്ച എത്ര കുട്ടികൾ കേരളത്തിൽ തന്നെ 50 ചില്ലാൻ കുട്ടികൾ മരിച്ചിരുന്നു. അത് പരാതി കൊടുത്തത്, പരാതി കൊടുക്കാതെ അത് ഒരുപാട് ഡോക്ടർമാർ പറഞ്ഞയക്കുന്ന കേസുണ്ട്. സാധാരണക്കാർക്കൊന്നും ഇത് അറിയില്ല. ഈ AF ഗൈഡൻസ് പാലിക്കാതെ പല കേസുകൾ മരിക്കുന്നുണ്ട്. അതിൽ മരണത്തിൽ ഏറ്റവും കൂടുതൽ, അപ്പൊ ഞാൻ ഈ AF ഗൈഡൻസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, DPT 1.5 വയസ്സുള്ള വാക്സിനാണ് ഏറ്റവും കൂടുതൽ അപകടം. ഇപ്പൊ ഞങ്ങൾ മലപ്പുറം 1.5, പിന്നെ 5 വയസ്സ് 7 വയസ്സിൽ ഇതിൽ കൊടുക്കുന്ന സെക്കൻഡ് ബൂസ്റ്റർ. ഇത് ആദ്യത്തെ ബൂസ്റ്ററിൽ ഡോസിൽ കുഴപ്പമുണ്ടാവില്ല. തേർഡ് അല്ലെങ്കിൽ 4th ഡോസിലാണ് പ്രശ്നം ഉണ്ടാവുക. പിന്നെ എന്റെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വന്നിട്ട് എന്തായെന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചിന് ഒരു ചൊവ്വയുണ്ടായി, ഒരു ചവക്കണ പോലെ സൈഡ് ഉണ്ട്. അല്ല, വാക്സിനേഷൻ പോകുമ്പോ ഇതിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇതിനെപ്പറ്റി പഠനങ്ങൾ നടത്തി. ഞങ്ങൾ ഈ മനുഷ്യ സംഘടനയായിട്ട് കേരളത്തിലെ എല്ലായിടത്തും ഇതുപോലെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ട് ഇങ്ങനെ പരാതിയുള്ളവർ ബന്ധപ്പെടുകയെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. അപ്പൊ ഇതിൽ പല കുട്ടികളും 1.5 വയസ്സുള്ള കുട്ടി നടന്നു പോയ കുട്ടിക്ക് വാക്സിൻ എടുത്ത് അപ്പൊ തന്നെ മൂക്കിന്ന് വായെന്നും ചോര വന്ന് മരിച്ച കേസുകളാണ് കുറെ കേസുകൾ. പിന്നെ ചിലത് അബോധാവസ്ഥയിൽ അപ്പൊ തന്നെ പോയി കോമ സ്റ്റേജിൽ പോയിട്ട് ഇപ്പൊ താഴെ തളർന്ന് കിടക്കുന്നുണ്ട്. ഇപ്പൊ വയനാട്ടിലൊരു കുട്ടിയുണ്ട്, തൃശ്ശൂർ ഒരു കുട്ടിയുണ്ട്, അങ്ങനെ 3-4 സ്ഥലത്ത് കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ എഴുതി കൊടുത്തിരിക്കുന്നത് വാക്സിൻ അല്ല, അൺനോൺ എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി കൊടുത്തിരിക്കുന്നത്. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഇത് തെളിയിക്കാൻ പറ്റില്ല ശാസ്ത്രമായിട്ട്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ മെർക്കുറിയാണ് കൂടുതൽ ഇതിൽ എസൻസ് ആയിട്ട്, ഇതിൽ മെർക്കുറി അതൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ അത് 2009 വരെയാണ് ചേർക്കുന്നത്, മനസ്സിലായി. 2010 കംപ്ലൈന്റുകൾ കൂടി. ഇപ്പൊ എന്താ കൊടുക്കുന്നതെന്ന് അറിയോ? ഇപ്പൊ മെർക്കുറി അലൂമിനിയം എന്നല്ല,
ഇപ്പൊ GMO ആണ്, ജനിതക മാറ്റം വരുത്തിയ വാക്സിൻ ആണ് GMO, ജനറ്റിക് മോഡിഫൈ. ഇത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുടെയും കുരങ്ങുകളുടെയും ശരീരത്തിൽ നിർത്ത ജീനുകളാണ് ഇപ്പൊ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ കുട്ടികളുടെ തലമുറ മാറും, നമ്മുടെ പാരമ്പര്യം പോവും. ഇനി ഉണ്ടാകുന്ന കുട്ടികളെ കാരണന്മാരോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല, അവരെ ഷേപ്പ് ആയിരിക്കില്ല, പല ഷേപ്പുകൾ വരാം, പലതും സംഭവിക്കാം. അത് ഡോക്ടർ ഇല്ല, ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന, നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയോ, ഇതാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനസംഖ്യ കുറയ്ക്കാൻ. ഞാൻ അതിനകത്ത് യൂട്യൂബില് ഹ്യൂമൻ റൈറ്റ്സ് ന്യൂസ് എന്ന് പറഞ്ഞ് അടിച്ചാൽ കിട്ടും. ഞാൻ വേണമെങ്കിൽ മെയിൽ ID എന്ന മെയിലേക്ക് ഫോർവേഡ് ചെയ്ത് തരാം. അതിൽ പറയുന്ന ലോകത്തിൽ ജനസംഖ്യ ഇപ്പൊ 8 അതിനകത്ത് പീരിക്കേഷൻ പറയുന്നത് അത് തന്നെയാ. ഏതാണ്ട് 9 മില്യൺ എത്തിക്കഴിഞ്ഞ് 10 മില്യൺ എത്തിയ ഭൂമി കൺട്രോൾ വിട്ടു, 5 മില്യൺ ആവത്തേക്ക് എന്തെങ്കിലും കൺട്രോളിങ് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പ്രകാരം റോക്ക്ചിൽഡ് പോലുള്ള ഫൗണ്ടേഷനുകൾ അവരാണ് റൂബില്ല കൊടുത്തില്ല, റൂബില്ല പെൺകുട്ടികൾക്ക് ഇത് ഗവൺമെന്റ് സ്കൂളിൽ കൊടുത്താൽ മതി. എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഞാനത് ഒരാഴ്ച ചോദിച്ചു, മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ രേഖാമൂലം ചോദിച്ചു, എന്തുകൊണ്ടാണ് CBSE അല്ലെങ്കിൽ മറ്റുള്ള ഉന്നത സാമ്പത്തിക ശേഷിയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കൊടുക്കാത്തത്? കാരണം അവർക്കൊരു നിർദ്ദേശം പോലും കൊടുത്തിട്ടില്ല. ഞാൻ അതിന്റെ കോപ്പിയൊക്കെ എടുത്തു. അപ്പൊ അതിനെന്താ വെച്ചാൽ നമ്മൾ ഒരു മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത സ്ഥലത്തെ എല്ലായിടത്തും അടിച്ചാലാണ് ഈ അണുക്കൾ മറ്റുള്ളടത്തേക്ക് പോവാതിരിക്കുള്ളൂ. അപ്പൊ അത് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണ്ടേന്ന് ചോദിച്ചപ്പോ ഇവര് ദാരിദ്ര്യതയ്ക്ക് താഴെയുള്ളതുകൊണ്ടാണ് സർക്കാരിൽ കൊടുക്കുന്നതെന്ന്. അപ്പൊ അത് 100% നമുക്ക് അത് ഇമ്മ്യൂണിറ്റി കിട്ടില്ലല്ലോ. കാരണം അടുത്തുള്ള കുട്ടിക്ക് കൊടുത്തില്ല, ഈ ഒരു കുട്ടികൾക്ക് മാത്രം കൊടുത്താൽ മറ്റു കുട്ടികളിലേക്കും പകരില്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, റൂബില്ല എന്ന് പറഞ്ഞ വാക്സിൻ എത്ര കുട്ടികൾക്ക് കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. ശാസ്ത്രീയമായി നിങ്ങൾ കണ്ടുപിടിച്ചേക്കണേ 8 കുട്ടികൾക്കാണ് 10 വർഷത്തിനുള്ള റൂബില്ല എന്നൊരു അസുഖം കണ്ടുപിടിച്ചായിട്ട് റിപ്പോർട്ടുള്ളൂ. പിന്നെ എന്തിനാ ഈ 8 കുട്ടികൾക്ക്? ഈ 8 എന്റെ RTIയുടെ കോപ്പി ഫുള്ളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ നിർബന്ധിച്ചു കൊടുത്തത്? വരാൻ സാധ്യതയുണ്ടെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് റിപ്പോർട്ട് കിട്ടിയെന്ന്. അപ്പൊ ഇനി മലപ്പുറം ജില്ലയിലെ ഡിസ്തീരിയ വന്നു പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽ എടുത്തു. ഡിസ്തീരിയ വന്ന് ഒരു കുട്ടിയെ മരിച്ചിട്ടുള്ളൂ. അതിപ്പോ വരാം. ഇപ്പൊ നമ്മൾ വാക്സിനേഷൻ എടുത്ത ഇപ്പൊ ഞാൻ ചോദിച്ചു, ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ശരീരത്തിൽ എത്ര നാൾ കിട്ടും ഇതിന്റെ പ്രതിരോധ ശേഷി എന്ന് ചോദിച്ചു. അപ്പൊ മാക്സിമം 1 വർഷം, ചില വാക്സിൻ 3 വർഷം വരെ മാത്രം. ഈ 3 വർഷം വരെ മാത്രമാണ് ഇതിന് കൊടുക്കുന്നത്. അത് അതിനപ്പുറത്തേക്ക് കിട്ടില്ല എന്ന് അവര് തന്നെ പറയുന്നുണ്ട്. ആ കൊടുക്കുമ്പോൾ 1 വർഷം നമുക്ക് സൈഡ് എഫക്ട് പറ്റാൻ എന്തും സംഭവിക്കാം. അതൊന്ന്. എന്നിട്ട് മലപ്പുറം ജില്ലയിലെ ഡീറ്റെയിൽ എടുത്തു കഴിയുമ്പോൾ ഇതിനു വേണ്ടി സർക്കാർ TV ന്യൂസ് അനൗൺസ്മെന്റിനൊക്കെ കൊടുക്കുന്ന പണം സർക്കാരല്ല കൊടുക്കുന്നത്, സർക്കാരിന് കൊടുക്കുന്ന IMA പോലെയുള്ള TV ചാനലുകൾക്ക് കൊടുക്കുന്ന IMA പോലെയുള്ള സംഘടനകളാണ് അവർക്ക് കൊടുക്കുന്ന. ആ സംഘടന തന്നെയാണ് നമ്മുടെ ആദിവാസികളുടെ കൂട്ടബന്ധീകരണം നടത്തുന്നില്ല, ആണുങ്ങളെ ജെൻസിനെ കൊണ്ടുപോയിട്ട് ചെയ്യുന്നില്ലേ, അതേ സംഘടന അതിന് പണം കൊടുക്കുന്നു ഇവരുടെ ഫൗണ്ടേഷനിൽ പോയിട്ട് ഇവരുടെ ഞങ്ങള് സംഘടനയുടെ ഇൻകം ടാക്സിന്റെ ഡീറ്റെയിൽ എടുത്തപ്പോ ഇവർക്ക് വിദേശ ഫണ്ട് വരുന്നത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിൽ നിന്ന്. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ജനസംഖ്യ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെ എടുക്കുന്ന പോപ്പുലേഷൻ കൗൺസിലുകളാണ് അവര്. ഇതാണ് ഇതിന്റെ ശരിക്കുള്ള നിയമം. ഇപ്പൊ ഒരു വാക്സിനെ പറ്റി ഞാനൊരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ മറ്റേ ഒരു വാക്സിൻ വന്നിട്ടില്ല, എന്താണ് ഇനി കുട്ടികൾ 6 മാസത്തിനുള്ളിൽ ഇനിയിപ്പോ ഉണ്ടായി കഴിഞ്ഞാല് കുട്ടികൾക്ക് തലച്ചോറ് തല വലുതാവുന്ന ഒരു അസുഖം വന്ന എന്ത് സിഗ വൈറസ്. സിഗ വൈറസിന്റെ യഥാർത്ഥ പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഹ്യൂമൻ റൈറ്റ്സിന്റെ പേജിൽ ഇട്ടുണ്ട്. സിഗ വൈറസ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ 1947 കണ്ടുപിടിച്ച് പുള്ളി 80 തുടങ്ങി 90 തുടങ്ങി വൈറസ് പുള്ളിയുടെ സൈറ്റിൽ വിൽക്കാനിട്ടിട്ടുണ്ട് ഫോർ സെയില്. അതിന്റെ പുള്ളിയുടെ സൈറ്റിന്റെ കോപ്പി വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ വിദേശ ആളുകളൊക്കെ ഇത് പറയണതും ഈ വാക്സിൻ എങ്ങനെ കണ്ടുപിടിച്ചു എന്നും ആര് വികസിപ്പിച്ചു എന്നും ആരെ കയ്യിലാണ് ഇതിന്റെ പേറ്റന്റ് ലൈസൻസ് എന്നും ഒക്കെ അവരുടെ കയ്യിലാണ്ട് പുള്ളി അത് വിൽക്കാനിട്ടേക്കുക. ഈ വൈറസ് ആണെന്ന് പുറത്ത് ചാടിയേക്കുന്നത്. മനസ്സിലായ? ഇനി മലപ്പുറം ജില്ലയിൽ ഇത്രയും കുട്ടികൾ മരിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ 1.5 കോടി രൂപയുടെ വാക്സിനാണ് ഇറക്കിയേക്കണേ. 1.5 കോടി രൂപയുടെ വാക്സിൻ മരുന്ന് കമ്പനിയെ പരസ്യം നൽകി കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നു, കുട്ടികളുടെ രക്ഷിതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു, വാക്സിൻ എടുത്തിന് അറസ്റ്റ് ചെയ്യുന്നുള്ള ന്യൂസ് കൊടുത്ത് പേയ്മെന്റ് ചെയ്തിട്ട് അവരാണ് ഇപ്പൊ ഇത് ചെയ്തേക്കുന്നത്. ഈ 1.5 കോടി രൂപയുടെ മരുന്ന് കച്ചവടം നടത്തിയേക്കണേ. അതിന്റെ വിവരാത്തിന് ഞാൻ ഇതെല്ലാം കമ്മീഷന് കൊടുത്തു. പക്ഷെ ഇതെന്താ പ്രതിരോധത്തിന്റെ ഭാഗമാക്കി വെച്ചുകൊണ്ട് ഒരു ടിവിയിലും ന്യൂസിലും റിപ്പോർട്ട് ചെയ്യില്ല. ഇത് സൈക്കോളജിക്കലി എല്ലാത്തിനും പേടിപ്പിച്ച് വെക്കണേ. എന്റെ വീട്ടിൽ നോക്കിയിട്ട് എന്റെ പാരന്റ്സിക്ക് എല്ലാം എന്റെ അഗേൻസ്റ്റ് ആണ്. എനിക്കെന്തറിയാം, എനിക്കറിയാം അങ്ങൊക്കെ നിനക്ക് കൊടുത്തതാണല്ലോ, എനിക്കൊന്നും പറ്റിയില്ല, ഇതൊക്കെയാണ് എന്റെ സംസാരിക്കുന്നത്. അല്ല, അത് ലേഡീസിന് അത് പറഞ്ഞറിയില്ല. നമ്മള്
ഇന്റർനെറ്റ് വഴി ബന്ധമുള്ള ആളുകൾ യൂട്യൂബ്, ഗൂഗിള്, മറ്റുള്ള സാധനങ്ങളിലൊക്കെ സെർച്ച് ചെയ്തപ്പോ കിട്ടും ഓരോരുത്തരുടെ അനുഭവങ്ങൾ. ചെക്ക് ചെയ്ത് ഞാൻ എടുത്ത് കൊടുത്തപ്പോ നീ ഡോക്ടറാണ്, എനിക്ക് എന്താ അറിയാം. അപ്പൊ ഗവൺമെന്റ് ഇത്തരം ഫോഴ്സ് ചെയ്യുന്നത് അല്ല, ഒന്നും വേണ്ട. ഞാൻ പറയുന്നത് എനിക്ക് മെയിൽ ഐ ഡി SMS കുറച്ച് ലിങ്ക് ഇട്ട് തരാം, അതൊക്കെ ഒന്ന് കണ്ടു നോക്കും. ഞാൻ എന്റെ വിവരാശ അയച്ചതിന്റെ കോപ്പികൾ തരാം. ഇവിടെ മരിച്ച കുട്ടികൾ, സൈഡ് എഫക്ട് പറ്റിയ സംഭവങ്ങള്, സർക്കാർ എഴുതി തന്ന രേഖകള്, ഇതെല്ലാം ഞാൻ തരാം. അല്ലെങ്കിൽ നെറ്റിൽ അടിച്ചാൽ മതി. ശരി ശരി, ഞാനത് തരാം. അപ്പൊ അതുകൊണ്ട് അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരെയും മൗലികാവകാശമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനിടയിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴ കളക്ടർ ഒരു ഉത്തരവ് ഇട്ടു, വാക്സിൻ എടുത്തില്ലെങ്കിൽ കേസ് എടുക്കാൻ സാധ്യതയുണ്ട്, കേസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് കളക്ടർക്ക് ഒരു നിരാശ അയച്ചു. ഞങ്ങൾ കമ്മീഷനിലെ മനുഷ്യാവകാശ സംഘടനകളൊക്കെ കൂടിയിട്ട് ഇത് അയച്ചു. കാരണം എല്ലാ കേന്ദ്ര സർക്കാരും ആരോഗ്യ വകുപ്പും സംസ്ഥാന ആരോഗ്യ വകുപ്പും എഴുതി തന്നിരിക്കുന്നത് വാക്സിൻ എടുക്കുന്നത് ഓരോരുത്തരും മൗലികാവകാശമാണ്. വാക്സിൻ എടുത്താൽ കുട്ടികൾ മരിക്കാം, സൈഡ് എഫക്ട് സംഭവിക്കാം, ഇതൊന്നും ഞങ്ങൾ ഉത്തരവാദിയല്ലാന്ന്, ഞങ്ങൾ ആരെയും നിർബന്ധിക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് കളക്ടർ ഇത് നിർബന്ധിക്കുന്നത്? അപ്പൊ കളക്ടർ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. AAC ഗൈഡൻസി പറയുന്ന പോലെ ഡോക്ടർമാർ പരിശോധിച്ച് കുട്ടികളെ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഈ നിയമപ്രകാരം കളക്ടർ ഇതിനുള്ള സൗകര്യം ഒരുക്കേണ്ട, ഡോക്ടർമാർ പരിശോധിക്കാനുള്ള സൗകര്യം ഒരുക്കേണ്ടത്. ഇപ്പൊ ഇതിന് മറുപടി ജില്ലാ മെഡിക്കൽ ഓഫീസർ വരുമ്പോൾ അയാൾ കൈ ഒഴിഞ്ഞു. ഞാൻ അത് രണ്ടാമത് അപ്പീൽ വിട്ടപ്പോൾ പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസർ നിങ്ങൾക്ക് മറുപടി വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ജില്ലാ മെഡിക്കൽ ഓഫീസർ വന്നേക്കുന്നത് 4000 കുട്ടികൾ ആലപ്പുഴ ജില്ലയിൽ മാത്രം സൈഡ് എഫക്ട് പറ്റിയിട്ടുണ്ട് 5 വർഷത്തിനുള്ളിൽ, 2008 തുടങ്ങി 15 വരെ 4000 കുട്ടികൾ. ഏത് AEFI ഗൈഡൻസ്, FAE, അതിന്റെ ഞാൻ ഫുൾ ഫോം പറഞ്ഞുതരാം. AE, A ഫോർ ആപ്പിൾ, E ഫോർ എലിഫന്റ്, F ഫോർ ഫോക്സ്, I ഫോർ ഇന്ത്യ. ഗൈഡ്ലൈൻസ് PDF അടിച്ചാൽ മതി. ഇന്ത്യ PDF അടിച്ചാൽ PDF ഫയൽ കിട്ടും. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിയമമുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഉണ്ട് അത്. അപ്പൊ അത് 87 വന്നു, 2005 ഒന്നുകൂടി വ്യക്തമായിട്ട് ഇറക്കി, 2010 ഒന്നുകൂടി വ്യക്തമായിട്ട് ഇറക്കി, ഇപ്പൊ 2015 ക്ലിയർ ആയിട്ട് ഇറക്കി, കൂടുതലും വ്യക്തതയോടുകൂടി. പക്ഷെ കേരളത്തിൽ ഇതൊന്നും പാലിക്കുന്നില്ല. ഫ്രിഡ്ജ് ഇല്ല, ഇതിന്റെ നിയമം ഇത്ര ഫ്രീസർ വേണം, സ്റ്റെബിലൈസർ വേണം, അതിന് പവറും കൃത്യമായിട്ടാണ് നിയമത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള സ്റ്റെബിലൈസർ വേണം, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഡോക്ടർമാർ ഇപ്പൊ എന്നെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിന് ഒരാള്, നിങ്ങളെ പോലെ തന്നെ ഒരാൾ ഫേസ്ബുക്കിൽ കണ്ടിട്ട് വിളിച്ചു, ഒരു സ്ത്രീ. അപ്പൊ അവര് പറയാ എന്റെ കുട്ടിക്ക് 6 മാസമായിരുന്നു. 6 മാസമായി. ഇപ്പൊ തൃശ്ശൂർ പ്രൈവറ്റ് ആശുപത്രി ചെന്നപ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു 6 തരം അസുഖങ്ങൾക്കുള്ള ഒരു വാക്സിൻ പുതിയത് വന്നിട്ടുണ്ട്, 7000 രൂപ, 6500 രൂപയാണ് വില എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഇതൊക്കെ നല്ലതല്ലേ എന്നുള്ള കണ്ടീഷനിൽ ഞാൻ കുട്ടിക്ക് ഇഞ്ചക്ഷൻ ചെയ്തു. അപ്പൊ തന്നെ കുട്ടി പിന്നെ അന്ന് തുടങ്ങി കുട്ടിക്ക് ചലനശേഷി പോയി. മുഖത്തേക്ക് നോക്കും, അങ്ങോട്ട് തിരിച്ചാ തിരിയും, ഇങ്ങോട്ട് തിരിച്ചാ തിരിയും, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇവര് ഒരുപാട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി, അവരൊക്കെ പറഞ്ഞു അപ്പൊ ന്യൂമോണിയാന്ന് എഴുതി തള്ളി. ഇത് ന്യൂമോണിയാണ്, വാക്സിൻ അല്ല. ഇവരിങ്ങനെ പറഞ്ഞ എല്ലാ ഡോക്ടർമാരും വാക്സിൻ അല്ലാന്ന് എഴുതി തള്ളാനാണ് ചെയ്യുള്ളൂ. വാക്സിൻ എടുത്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ചികിത്സ കിട്ടൂല. അവർ പറയുന്നത് വാക്സിൻ അല്ലാന്ന് അപ്പൊ എഴുതി തള്ളും, കൃത്യമായ ചികിത്സ കിട്ടില്ല. അത് അങ്ങനെയാണ് അതിന്റെ നിയമം. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, 2 മാസം കഴിയുമ്പോ കുട്ടി മരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസം പറഞ്ഞു. അപ്പൊ അവർ ഏതാണ്ട് വലിയ വിദ്യാഭ്യാസമൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസത്തിലല്ല കാര്യം, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം ചെറിയ കുട്ടികളുടെ ശരീരത്തിൽ അതേ അണുക്കളെ തന്നെ നിർവീര്യമാക്കിയിട്ടാണ് കയറ്റുന്നത്. ഈ 6 മാസം പ്രായമുള്ള കുട്ടിയുടെ ശരീരത്തിൽ ഈ 6-7 അസുഖങ്ങൾ ഒന്നിച്ച് ഇഞ്ചക്ട് ചെയ്താൽ ബോഡി എങ്ങനെ പ്രതികരിക്കും എന്ന് ചോദിച്ചു. ഒരു കോമൺ സെൻസ് ആയിട്ട് നമുക്ക് ചിന്തിച്ചാൽ പോലെ, വിദ്യാഭ്യാസം വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ആളെന്ന് കരയാ, എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞ ആൾക്കാരെയൊക്കെ ചീത്ത പറഞ്ഞിട്ടാ ഞാൻ എന്റെ ഇഷ്ടത്തിൽ എടുത്തതാണ്. അപ്പൊ എന്നിട്ട് അവർ കേസിന് പോയി കഴിഞ്ഞപ്പോ ഡോക്ടർമാരെ എഴുതി തന്ന സർട്ടിഫിക്കറ്റേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ കേസിന് പോയപ്പോ ഇവര് ഡോക്ടർ എഴുതി തന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഇത് വാക്സിൻ അല്ലാന്ന് പറഞ്ഞാൽ അവര് കൊടുത്തിരുന്നത്. ഞാനപ്പോ AF ഗൈഡൻസ് ഒക്കെ ഞങ്ങൾ എടുത്തിട്ടു. ഈ നിയമത്തിൽ എനിക്ക് വാക്സിൻ അല്ല എന്നുണ്ടെങ്കിൽ പറയണമെങ്കിൽ ഞാൻ ആ കാർ ആക്സിഡന്റ് മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റിന്റെ നിയമം പറഞ്ഞ പോലെ ഈ ഗൈഡൻസ്, പിന്നെ ഇന്ത്യൻ വാക്സിൻ പോളിസി ആക്ട്, അതിലെ നിയമങ്ങൾ, ഇതെല്ലാം നിയമപുസ്തകം തന്നെ ഹാജരാക്കിയിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അന്ന് എന്റെ കുട്ടീനെ ടെസ്റ്റ് ചെയ്തതിന്റെ സിറിഞ്ച് സൂചിയും ടെസ്റ്റ് ചെയ്യേണ്ട റിപ്പോർട്ടും FIRന്റെ കോപ്പിയും PIRന്റെ കോപ്പിയൊക്കെ തരാൻ പറഞ്ഞു, DIRന്റെ കോപ്പിയെല്ലാം തരാൻ പറഞ്ഞു. അപ്പൊ അതില്ലാന്ന്. അപ്പൊ അത് എന്ത് ചെയ്യാത്തേന്ന് വെച്ചു കോടതി. അപ്പൊ അവർ പറയാം ഞങ്ങൾ വാക്സിൻ കൊണ്ടാണ്. അപ്പൊ എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ അവിടുത്തെ കുട്ടികളുടെ പീഡിയാട്രിക് ഏതൊരു പാർട്ടി എന്റെ കുട്ടി എടുത്തതിന്റെ അവിടുത്തെ ഇവിടെ ഇൻസ്പെക്ടറെ കൊണ്ടുണ്ടായി, ഹെൽത്ത് ഇൻസ്പെക്ടറെ കൊണ്ടുണ്ടായി. അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കുട്ടീനെ എങ്ങനെയാണ് അറിഞ്ഞ കുട്ടിക്ക് കുഴപ്പമില്ല എന്നുള്ളതെന്ന് പറഞ്ഞു.
അപ്പൊ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. എങ്ങനെയാ ടെസ്റ്റ് ചെയ്തെന്ന് വെച്ചു. ഒന്നെന്ന് കാണിച്ചപ്പോ കുട്ടി ഒന്നെന്ന് പറഞ്ഞു, രണ്ടെന്ന് പറഞ്ഞു, രണ്ടെന്ന് വിരൽ കാണിച്ചപ്പോ കുട്ടി രണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കോടതി ചോദിച്ചു, നിങ്ങൾ അറ്റാക്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആളുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് ഹാർട്ട് ഇടിക്കേണ്ടല്ലോ കുഴപ്പമില്ലാന്ന് പറഞ്ഞയക്കോ? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വല്ല കനിയാന്റെ അടുത്തോ വേറെ നാട്ടുവൈദ്യന്റെ അടുത്തോ പോയാൽ പോരെന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു, നിങ്ങൾ എന്തിനാ വാക്സിൻ അല്ലാന്ന് ഉറപ്പിച്ച് പറയണേന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ലാന്ന്, ഞങ്ങൾ വാക്സിൻ കൊണ്ട് അപകടം പറ്റുമെന്ന് പഠിച്ചിട്ടില്ലാന്ന്. അല്ല, ഇവരെ പഠിപ്പിച്ചിട്ടുള്ള സംഭവം സത്യം തന്നെയാ. ഇവർക്ക് കോമൺ സെൻസ് വേണ്ടേ? പിന്നെ അതിനുള്ള മരുന്ന് കമ്പനിക്കാർ കൊടുക്കുന്നത്, അതായത് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന മരുന്നിന്റെ വില ഞാൻ അത് വിവരാശം കൊടുത്തു. ചില വാക്സിനുള്ള റൂബിലെ പോലുള്ള വാക്സിന് 900-1400 രൂപയ്ക്ക് വില വരുന്നത്. ഈ മരുന്ന് ജനിക്കുന്ന ഓരോ കുട്ടികൾക്കും സർക്കാരിന്റെ കയ്യിൽ നിന്ന് കമ്പനിക്കാർ വാങ്ങിച്ച എത്ര രൂപ കമ്പനിക്ക് കിട്ടും? അത് കൊടുക്കാൻ വേണ്ടി IMA പോലുള്ള മെഡിക്കൽ അസോസിയേഷൻ കൊടുക്കുന്ന കോടികൾ, ഡോക്ടർമാർക്ക് കൊടുക്കുന്ന കാറ്, മറ്റുള്ള കമ്മീഷൻ, മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഡോക്ടർമാർ സമ്മതിക്കുമോ? ഇത് ഇനി അവിടെ നടക്കുന്നത്? ഇത് പ്രോബ്ലം ഇത് ഇത്തരം മാസ് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരുന്നു. ഇത് എന്തൊരു പ്രോബ്ലം. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊടുത്തോ, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൊടുക്കുന്നത്? കാരണം ഇപ്പൊ ഈ പറയുന്ന ഇല്ലാത്ത അസുഖങ്ങള്, റൂബില എന്ന് പറഞ്ഞ വാക്സിൻ വേണ്ട 8 പേർക്കോ 10 പേർക്കോ മൊത്തം വന്നിട്ടുള്ളൂ 10 വർഷത്തിനുള്ളിൽ, 5-6 പേർക്കോ കണ്ട്. അപ്പൊ ഇത്രയും പഠനം നടത്താതെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ കേട്ട് കൊടുക്കുന്നു. സൈഡ് എഫക്ട് പറ്റിയ കുട്ടികളും 222 അപ്പൊ തന്നെ സൈഡ് എഫക്ട് പറ്റിയെന്ന് പറഞ്ഞു. അതിൽ 2-3 കുട്ടിയുടെ മരിച്ചു. ഇപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ തൊണ്ടയിൽ ഒരു പ്രത്യേക അസുഖമാണ്, ക്യാൻസർ അല്ല വേറെന്തോ പോലെ ഒരു സാധനം വന്നിട്ട് സൗണ്ടൊക്കെ പോണ ഒരു അസുഖം വന്നിരിക്കുക ആ കുട്ടികൾക്കൊക്കെ. ഇപ്പൊ നിയമസഭയിൽ അതിനെതിരെ ഒച്ചപ്പാടൊക്കെ ഉണ്ടായി. പക്ഷെ അതൊക്കെ തള്ളിക്കളഞ്ഞു, ആ കേസൊക്കെ മാറ്റി കളഞ്ഞു. അത് TV ന്യൂസ് കൊടുക്കില്ല അതൊരിക്കലും. കാരണം പ്രതിരോധത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ആരോഗ്യത്തിന്റെ അനുമതിയില്ലാതെ ന്യൂസുകളൊന്നും കൊടുക്കാൻ പാടില്ല നിയമം. അപ്പൊ ഏത് ഡോക്ടറും വാക്സിനേഷനാന്ന് പറഞ്ഞിട്ട് ഒന്നും ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കില്ല, ഒന്നും കൊടുക്കുക. അതായത് ഇത് നമ്മൾ അറിയണം, ഇത് ഇന്ന രീതിയാണ്, ഇതിന് വേണ്ടിയിട്ടാണ്. അത് അറിയണമെങ്കിൽ നിങ്ങൾ ന്യൂ വേൾഡ് ഓർഡർ എന്ന് അടിക്കാൻ. ഞാൻ കുറച്ച് കീവേഡ് വരാം, അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറയും. ന്യൂ വേൾഡ് ഓർഡർ കൃത്യമായ കാര്യമാണ്. ഇനിയിപ്പോ വരാൻ പോണ സംഭവങ്ങൾ നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു. എല്ലാം ഒറ്റ ഭരണം വരും. ഡിജിറ്റൽ ഇന്ത്യയൊക്കെ കൊണ്ടുവന്ന അതിന്റെ ഭാഗം എല്ലാം ഡിജിറ്റലാക്കും. ആധാർ കാർഡ് കൊണ്ടുവന്നേക്കണ അവരാ. ആധാർ കാർഡ് എല്ലാ ലോകരാജ്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് ചിപ്പാക്കി മാറ്റും. അത് കൊണ്ടുവന്നേക്കണ എല്ലാവരും ഡീറ്റെയിൽ എടുത്ത് എല്ലാം അത് ഡിജിറ്റലാക്കിയിട്ട് നമ്മുടെ കയ്യിലേക്ക് ചിപ്പ് രൂപത്തിലാണ് വരാൻ പോകുന്നത്. ഇതിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയണത്, എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്ന സംഭവമാണ്. ഇനി മതം നിർത്താൻ പോവാ, പല രാജ്യങ്ങളും നിർത്തി ഒറ്റ മതം കൊണ്ടുവരാൻ പോവാ, ഒറ്റ കറൻസി. 20,000 ട്രാൻസാക്ഷൻ ഇപ്പൊ നിയമം മൂലം നിരോധിച്ചേക്കുക. ഇനി അത് ഫുള്ള് 2,000 ആക്കാൻ ചുരുക്കാൻ പോവാന്ന് പറഞ്ഞ് എല്ലാം ഓൺലൈൻ വഴിയാക്കുക, നെറ്റ് വഴി ഇത് വഴിയാക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ ഇത് നിയമത്തിലാക്കും. ഈ വാക്സിൻ എടുക്കാത്തവർക്ക് ഇനി സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല നിയമം കൂടെ കൊണ്ടുവരും. ഈ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നിയമവശം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ നമ്മുടെ വിദ്യാഭ്യാസം ഭരണഘടനയിൽ ഫ്രീ കൊടുത്തിരിക്കുന്നത്, അതിന് വേറെ ഒരു തടയിടാൻ പാടില്ലാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഭരണഘടന മാറ്റേണ്ടി വരും. ഇപ്പൊ സ്കൂളിലേക്ക് വന്നിട്ട് ആ വാക്സിനേഷൻ ബുക്ക് പോയി കാണിച്ചാണ് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുന്നത്. അല്ല, ഞാനപ്പോ അത് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ അത് അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. കാരണം അത് ഭരണഘടനയുടെ വിരുദ്ധ. ഭരണഘടനയിൽ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ അടിസ്ഥാന വിദ്യാഭ്യാസം ഇപ്പൊ +1 കണ്ടാക്കിയിട്ടുണ്ട്. സർക്കാർ ഫ്രീ കൊടുത്തുള്ളൂ. അതിന് ഒരു തടസ്സവും പാടില്ല എന്നാണ് ഭരണഘടനയിൽ എഴുതി വെച്ചേക്കുന്നത്. ഇല്ല, ഫോളോ ഇല്ല. നമ്മൾ കംപ്ലൈന്റിന് പോകണം. ഞാൻ അങ്ങനെ കംപ്ലൈന്റിന് പോയേ. ഞാൻ കംപ്ലൈന്റ് എനിക്ക് കുട്ടിക്ക് ഇത് വേണമെന്ന് പറഞ്ഞപ്പോ ഓക്കെ അവര് അപ്പൊ അത് സമ്മതിച്ചു. പക്ഷെ ഇങ്ങനെ മരിച്ച കുട്ടികൾക്ക് ഇതുപോലെ നിയമപ്രകാരം ഇപ്പൊ എന്റെ അടുത്ത് ആരും വന്നിട്ടില്ല. മരിച്ച് അമൃത ഹോസ്പിറ്റലിൽ ഒരു കേസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ 7 വർഷം മുമ്പ്. ഒരു കുട്ടിക്ക് എടുത്ത് ക്യാൻസർ വന്നു. അവിടുത്തെ ഒരു ഡോക്ടർ എഴുതി കൊടുത്തത് ക്യാൻസർ ആണ്. കോടതിയിൽ 8 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഇവർക്ക് കൊടുത്തു. അപ്പൊ തന്നെ IMAന്നും ഇവരുടെ ഡൽഹിന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സംഘം ഇവിടെ വന്നിട്ട് ഡോക്ടറോട് തെളിയിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവരെ വീഡിയോ എടുക്കാൻ ചെന്നു, അഭിമുഖം എടുക്കാൻ ചെന്നു. അപ്പൊ ഞാൻ മാധ്യമത്തിലൊക്കെ ഉള്ള അവര് ചെന്നപ്പോ അവർക്ക് അറിഞ്ഞിട്ട് പറയാം, ഞങ്ങൾ വെറുതെ വിട്ടേക്ക്, ഞങ്ങൾ ജീവിച്ചു നോക്കട്ടെ. ഇവിടുന്ന് സ്ഥലം വിറ്റ് പോയി ഇപ്പൊ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. ആ കുട്ടിക്ക് ഇപ്പോഴും ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ തളർന്നു കിടക്കുന്ന ഒരുപാട് ആളുകൾ കാണാൻ പോയി. ഇപ്പൊ അവരൊക്കെ ആരോ ഭീഷണിപ്പെടുത്തുകയെന്ന് തോന്നി. നമ്മൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ജീവിച്ചു പൊക്കോട്ടെ എന്ന് അവർ പറഞ്ഞത്, ഞങ്ങൾ ഉപദ്രവിക്കില്ലെന്ന് അവർ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടോ എന്റെ അടുത്ത് ഇതുവരെ ആരും വന്നില്ല. എന്നാൽ ചില മരുന്ന് കമ്പനിക്കാരെ വിളിച്ച് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്, ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ. അതിന്റെ പേജിൽ 1 ലക്ഷം പേരൊക്കെ ലൈക്കുള്ള പേജാ. അതിലിട്ട് സ്പ്രെഡ് ചെയ്ത് പോയപ്പോ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവരെ പോലെയുള്ളവര്
രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇവരെയൊക്കെ തൂക്കിലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇവരിട്ട് തന്നെ പേടിപ്പിച്ചു. ഞാൻ അത് അപ്പൊ തന്നെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തു. അതുകൂടി അവരൊക്കെ രാത്രിക്ക് രാമായണൻ എന്റെ അടുത്ത് വന്നിട്ട് കാല് പിടിക്കാൻ വന്നു. രാത്രി ഓട്ടോ വിളിച്ച് കണ്ണൂരിൽ നിന്നൊക്കെ വന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ വേറെ ആരും എന്റെ അടുത്ത് വന്നല്ല. കാരണം നമ്മൾ ഈ സംഘടനയൊക്കെ ആയതുകൊണ്ട് ഇതിന് തെളിവുള്ളത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അപ്പൊ ആ നിയമം AFE ഗൈഡൻസ് നിയമത്തിൽ പറയുന്ന നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. അപ്പൊ ഞാനൊരു ഓസ്ട്രേലിയയിലൊരു നേഴ്സിനെ കണ്ടപ്പോ അവര് പറയാണ്, മകൻ അവിടെ ഡോക്ടറാ, അവരുടെ മദർ അവിടെ സിസ്റ്ററാ, അവര് പ്രായമായിട്ട് റിട്ടയർഡ് ആയിട്ട് പോകുന്നു. അപ്പൊ അവര് പറയാം ഓസ്ട്രേലിയയിലൊക്കെ ഇത് നടത്തി വിജയിച്ചു. കാരണം ഇപ്പൊ ജനസംഖ്യ ഇല്ല, തീരെ ജനസംഖ്യ ഇല്ലാന്ന് പറഞ്ഞ അവിടെയൊക്കെ. അവിടുത്തെ റോഡൊക്കെ വിജിലാന്ന് പറയണേ. നമ്മുടെ ഇവിടുത്തെ പോലെ തിരക്കൊന്നുമില്ല. ആ രാജ്യങ്ങളിലൊക്കെ ഇത് വിജയിച്ചു കഴിഞ്ഞു. അപ്പൊ അവിടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ പക്ഷെ പബ്ലിക് ഇല്ല. അപ്പൊ AFE ഗൈഡൻസിന്റെ ബുക്ക് ഞാൻ കൊടുത്തപ്പോ അവര് പറയാം, ഇതിനകത്ത് കണ്ടിട്ട് പറയാം, ഇതിൽ പച്ചയ്ക്ക് എഴുതി വെച്ചേക്കുക. കാരണം ജനസംഖ്യ ആ ജനങ്ങളുടെ കണക്കെടുപ്പ് നടത്തേണ്ടത് ഈ വാക്സിൻ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനം പറഞ്ഞൊരു പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട് അതില്. അതായത് നാട്ടിൻപ്രദേശത്ത് കൊടുക്കുന്ന വാക്സിൻ വേറെ, സിറ്റി പട്ടണങ്ങളിൽ കൊടുക്കുന്ന വാക്സിൻ വേറെ ആയിരിക്കണം എന്ന് അതിനകത്ത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ ചില ഏരിയയിൽ ചില വാക്സിനുകൾക്ക് മാറ്റങ്ങൾ വരുത്തി കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ജനസംഖ്യ കണക്കെടുക്കുന്നത്. അതിന് അതിന്റെ ആവശ്യം. അപ്പൊ ഈ ഗൈഡൻസിൽ തന്നെ എഴുതി വെച്ചേക്കുക ഈ ജനസംഖ്യ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഈ ഗൈഡ്ലൈൻസ് എന്തോരം പേര് അറിയാട്ടോ, ഞാൻ അവിടെ ചെന്നിട്ട് വാദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ജില്ലാ മെഡിക്കൽ ഓഫീസറോട് പറഞ്ഞു, AFE ഗൈഡൻസിലെ അനെക്സർ 1, 2, 3 എന്താന്ന് ചോദിച്ചു കോടതിയിൽ വെച്ച്. ഞാനാ വാദിച്ചേ. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്കത് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇരിക്കുന്നത് വെച്ചാൽ ഇത്രയും കുട്ടികൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വാക്സിൻ അല്ലാന്ന് എഴുതി തള്ളുന്നു, എന്ത് അടിസ്ഥാനത്തിലാന്ന് ചോദിച്ചു. ഞങ്ങൾ അങ്ങനെ വാക്സിനാണ് പഠിച്ചിട്ടില്ലാന്ന്. അങ്ങനെ അവർ കൊടുത്ത മറുപടി. അപ്പൊ ഓൾ എഡ്യൂക്കേറ്റഡ് ഇല്ലിറ്ററേറ്റ്സ് ആണ്. അപ്പൊ റിസ്ക് എടുക്കണ്ട. ഞാൻ ആ മെയിൽ എനിക്ക് വന്നിട്ട് ലോട്ട് ഓഫ് ഫോൺ കോൾ എന്നെ വിളിച്ച് ചോദിച്ചു വാക്സിനേഷൻ ഇട്ടായിട്ടാ. പിന്നെ സൈകിട്ട് ഞാൻ പറഞ്ഞു വാക്സിൻ ഇട്ടുന്നു. ഇനി വേറെ രസം, ഇങ്ങനെ നടക്കുന്ന ആളുകൾക്ക് 300 തുടങ്ങി 500 രൂപ കമ്മീഷൻ കൊടുക്കുന്നുണ്ട് ഈ വാക്സിനേഷന്. അതായത് ഈ നേഴ്സ്, മറ്റുള്ള ആരോഗ്യ പ്രവർത്തകര്, അത് ഈ നമ്മുടെ അംഗനവാടി പോലെയുള്ള ടീച്ചർമാരാണ് നടക്കുന്നത്. 500 രൂപ വരെ ഒരു കുട്ടിക്ക് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടീന് വാക്സിനേഷൻ 500 രൂപ. ഒരു കുട്ടി പൂർണ്ണമാക്കണം, അതായത് 5 വയസ്സ് വരെ എങ്ങാണ്ട് പൂർണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 500,000 രൂപയുടെ കമ്മീഷൻ. 500 വരെ എങ്ങാണ്ടുള്ളൂ, 500 ഉള്ളൂ. വെറുതെ അവർ ഇത്രയും ഫോൺ കോളൊക്കെ ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുന്ന 350 തുടങ്ങി 500 വരെ കമ്മീഷൻ ഉണ്ട്. ഇതൊക്കെ ഞാൻ വിവരാശം എടുത്തു വെച്ചതാ. അപ്പൊ അവരൊരു ഇല്ലാന്ന് പറയും. അവർക്ക് മറ്റു രീതിയിലാണ് കൊടുക്കുന്നത്. ഇങ്ങനെ നടക്കുന്നതിന്റെ ചെലവും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞാൽ കൊടുക്കുന്നത്. നിയമത്തിൽ അങ്ങനെയാ പറയുന്നത്, പക്ഷെ വാക്സിൻ എടുക്കുന്നതിന്റെയാ. അതിനകത്ത് ഒരു കുട്ടി കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവർക്ക് റിപ്പോർട്ട് കൊടുക്കണം. എന്തുകൊണ്ടാണ് ആ കുട്ടി എടുക്കാത്തതെന്നുള്ള റിപ്പോർട്ട് എഴുതി കൊടുക്കണം. അപ്പൊ അവർക്ക് പോയിന്റ് പറയുമ്പോൾ കമ്മീഷൻ കുറയും. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് വാക്സിനേഷൻ കൊടുക്കാതിരിക്കുന്നത്. അല്ല, അത് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അല്ല, അത് ഇതിനകത്ത് അവര് കേന്ദ്ര സർക്കാർ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ എഴുതി തന്നിട്ടുണ്ട്. ഓരോരുത്തരുടെയും റൈറ്റ്സ് ആണ് അത്, വേണോ വേണ്ടയോ എന്നുള്ളത്. എന്റെ ഉണ്ട്. ഞാൻ എല്ലാം ഹാജരാക്കിയിട്ടുണ്ട്, എല്ലാം എന്റെ കയ്യിലുണ്ട്. ഞാൻ മെയിലാണ് ഞാൻ ഇട്ടുതരാം. ഒന്ന് SMS ചെയ്താൽ മതി. ഞാൻ കുറച്ച് ഫേസ്ബുക്കിന്റെ ലിങ്ക്, യൂട്യൂബിന്റെ ലിങ്ക് ഒക്കെ ഇട്ടുതരാം. ഇപ്പൊ അന്ന് കഴുത്ത് ഇങ്ങനെ ചെരിഞ്ഞു പോയെങ്കിലും കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അത് നേരെയായി. പക്ഷെ ഇപ്പോഴും കഴുത്തിന് അസിമെട്രി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് സൈഡ് പതിഞ്ഞിരിക്കുക. അപ്പൊ അത് ഒരു സൈഡ് പതിഞ്ഞ് വളർച്ചക്കുറവ്, കവിള്, ഫേസ് അസിമെട്രി എന്ന് പറയുന്നത്. പിന്നെ ഒരു കുശമണി വേറെ സൈഡിലേക്ക് നീങ്ങിക്കും, ഇടയ്ക്ക് മുകളിലേക്ക് നോക്കിയാൽ 2 ആയിട്ട് കാണും. ഒരു കണ്ണിന് കാഴ്ച കുറച്ചില്ല. ഇപ്പൊ കുട്ടിക്ക് 8ാമത്തെ വയസ്സ്, 1.5 വയസ്സിലെടുത്ത്. അന്ന് തുടങ്ങി ഞാൻ നടക്കുന്നത്. അന്നൊക്കെ ഇവരെന്നെ ഓരോ കാര്യം പറഞ്ഞ് ഒഴിവാക്കി. പിന്നെ ഞാൻ ഈ 8 വർഷം കൊണ്ട് എടുത്ത കളക്ട് ചെയ്ത രേഖകൾ അത് എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ നെറ്റിലൊക്കെ അടിച്ചു കഴിയുമ്പോ എന്തോ ഒരു ചതി ഉണ്ടെന്ന് മനസ്സിലായപ്പോ ഞാൻ അന്ന് തുടങ്ങി RTA അയച്ചു, മറ്റുള്ള വിവരങ്ങൾ എടുത്തു. അപ്പൊ ഇത് ഇന്റർനാഷണലിലെ ഒരു ഡോക്ടർ ആൻഡ്രൂ മോൾഡൻ, അത് നെറ്റിൽ അടിച്ചാൽ കാണും, ആൻഡ്രൂ മോൾഡൻ, ഒന്ന് നോട്ട് ചെയ്തു, ആൻഡ്രൂ മോൾഡൻ, ഡോക്ടർ ആൻഡ്രൂ മോൾഡൻ വാക്സിൻ അടിച്ചാൽ മതി. അപ്പൊ പുള്ളി ഇത് കണ്ടുപിടിച്ചു. ഇത് വാക്സിന്റെ ആണ്, തലച്ചോറ് നെർവസിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ഓട്ടീസം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ കണ്ടുപിടിച്ചാലും കറക്റ്റാണ്. ഞങ്ങൾ ഇവിടെ എടുത്തേക്കുന്ന കുട്ടി, ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തൊരു കുട്ടിക്ക് ഓട്ടീസം വന്നു. നല്ല സാമ്പത്തിക ശേഷിയുള്ളത്, അവർ അമേരിക്കയിലെ കൊണ്ടുപോയി ചികിത്സിച്ചു, രക്ഷയില്ല. അപ്പൊ ഇവര് കോടതി ചെന്ന് ഇവരോട് ചോദിച്ചാൽ തെളിവെന്താന്ന് ചോദിച്ചേ.
അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു ഇത് വാക്സിൻ അല്ലാന്ന് പറഞ്ഞാൽ അവര് പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുത്തു. ചിലപ്പോ വരാൻ ജന്മനാനുള്ള ആകാം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തു. അങ്ങനെ അപ്പൊ അതുകൊണ്ട് റിട്ടേൺ ഇല്ല. പക്ഷെ അന്ന് എന്നെ പോലെ അവർ അന്ന് തുടങ്ങി ഓരോ ഫയലുകൾ സൂക്ഷിച്ച് RTI അയച്ചിരുന്നെങ്കിൽ അവർക്ക് അത് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അങ്ങനെ ആരും ചെയ്യുന്നില്ലല്ലോ. ഞാൻ അന്ന് തുടങ്ങി ഫയലുകൾ RTI അയച്ചു, മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ട് നിയമങ്ങളൊക്കെ പഠിച്ച് പോന്നു. ലാസ്റ്റ് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് എനിക്ക് കോമ്പൻസേഷൻ വേണം. അതിനു മുമ്പ് ഇത് വാക്സിൻ അല്ല എന്ന് ഇവർ പറയുകയാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എനിക്ക് ഹാജരാക്കണം. അന്നത്തെ AFE നിയമപ്രകാരമുള്ള FIR കോപ്പി, മറ്റു കോപ്പികളെല്ലാം തന്നെ അന്നത്തെ സൂചി സിറിഞ്ച് എല്ലാം ടെസ്റ്റ് ചെയ്ത് തരണം. ഇനി ഇന്ത്യയിൽ ലോകത്തെ ഏത് ഡോക്ടർ ഇത് വാക്സിൻ അല്ല എന്ന് പറയുകയാണെങ്കിൽ അവരിതെല്ലാം ഹാജരാക്കണം, നിയമപ്രകാരം ഹാജരാക്കണം എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ നിങ്ങൾ വാക്സിന്റെ ആണെന്ന് എഴുതി തരാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് കോമ്പൻസേഷൻ തരാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് ഒന്നും ഉണ്ടായില്ല. അവര് ഒന്നുകൂടി കുട്ടീനെ ടെസ്റ്റ് ചെയ്തിട്ട് ആദ്യമായിട്ട് 5 വർഷത്തിന് ശേഷം അവർ കുട്ടീനെ നേരിൽ കാണുന്നത്. ഇതുവരെ ഒരു ലാബ് ടെസ്റ്റ് നടത്തിയിട്ടില്ല. അവരെല്ലാം ചെല്ലുമ്പോൾ അതല്ലാതെ പറഞ്ഞ് ചുമ്മാ എഴുതി കളയാ. അതായത് ഒരു കുട്ടിക്ക് വാക്സിനേഷൻ എടുക്കുന്ന, ഇപ്പൊ നമ്മുടെ കുട്ടി ഓടി നടക്കുന്ന ഒരു കുട്ടീനെ ചെന്ന് വാക്സിൻ എടുത്ത് കുട്ടി ഒന്ന് ഉറങ്ങി പനി ഓവറായി എണീറ്റ് കഴിഞ്ഞപ്പോ ഒരു കഴുത്ത് ചെരിഞ്ഞു പോയി, ഒരു കൃഷ്ണമണി കാണാനില്ല. നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോൾ അവരെ ഇതൊന്നുമില്ല, അത് തന്നെ മാറിക്കോളൂ എന്ന് പറഞ്ഞയച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് തന്നെ. അപ്പൊ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ അവര് പറയാം ഇതെന്തോ വൈറസ് എന്തോ സംഭവം കൊണ്ട് പറ്റിയതാ, ഇതൊന്നും ചെയ്യാനില്ല, നെർവസിനെ ബാധിച്ചേക്കണെയാ, വാക്സിൻ ആവാൻ സാധ്യതയില്ല, ഇതിപ്പോ ടെസ്റ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല, തലച്ചോറിനുള്ളതാണ്ട് ഇപ്പൊ സ്കാനിംഗ് ഒന്നും കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഇത് തന്നെ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. എല്ലാ ഡോക്ടർമാരും അങ്ങനെ പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം. അപ്പൊ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇവിടെ AFE ഗൈഡൻസ് പ്രകാരം ലാബ് ടെസ്റ്റ് മറ്റു ടെസ്റ്റുകൾ ഒന്നും നടത്തിയല്ല, സിറിഞ്ചിലെ ഫംഗസ് ഉണ്ടോ മറ്റൊന്നും ടെസ്റ്റ് ചെയ്തല്ല, ആ ബാച്ചിലെ മരുന്നില്ല, ആ ബാച്ചിലെ മരുന്ന് പരിശോധിച്ചതിന്റെ കോപ്പി വെച്ചപ്പോ അതില്ല, ഒരു പരിശോധന ഇല്ലാണ്ട് അവിടെ മരുന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അന്നത്തെ എക്സ്പയറി ഡേറ്റ് ഇല്ല, മാനുഫാക്ചറിംഗ് ഡേറ്റ്, ഇതൊന്നും ഇവർക്ക് അറിയാൻ പാടില്ല. നമുക്കൊരു റൈറ്റ്സ് ഉണ്ടല്ലോ, ഒരു കടയിൽ പോയി മരുന്ന് വാങ്ങിച്ചാൽ ബില്ല് വേണം, ഏത് മരുന്നാണ് നമുക്ക് തരുന്നതിന് നമുക്ക് അറിയാവുന്ന റൈറ്റ്സ് ഉണ്ട്. അതൊന്നും ഇവിടെ പാലിക്കണം. റോഡ് സൈഡിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അടിച്ച് കയറ്റിയ കുട്ടികൾക്ക്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യണം. അപ്പൊ അന്ന് മെയിൽ ID ഒന്ന് ഫോർവേഡ് ചെയ്യും. ഞാൻ അതൊന്ന് ഡീറ്റെയിൽ വേണമെങ്കിൽ ഒന്ന് അയച്ചു തരാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.